കർണാടക ഷിരൂരിൽ മണ്ണിനടിയിൽ കുടുങ്ങിയ അർജുനായുള്ള തെരച്ചിൽ നിർണായക ഘട്ടത്തിൽ ലോറി ഉണ്ടെന്ന് കരുതുന്ന സ്ഥലത്തെ മണ്ണ് നീക്കം ചെയ്തുള്ള പരിശോധന തുടരുകയാണ്. ഗംഗാവലി പുഴയിൽ നാവികസേനയുടെ സ്കൂബ സംഘം തെരച്ചിൽ നടത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നിർദ്ദേശപ്രകാരം ബലഗാവിയിൽ നിന്നുള്ള സൈന്യം 2 മണിയോടെ എത്തും. ISR ഉദ്യോഗസ്ഥരും ഷിരൂരിലെ രക്ഷാദൌത്യത്തിൽ പങ്കുചേരും. തെരച്ചിൽ ശരിയായ ദിശയിൽ ആണെന്ന് ദൌത്യ സംഘാംഗം രഞ്ജിത് ഇസ്രായേൽ പറഞ്ഞു. കാർവാർ MLA സതീഷ് കൃഷ്ണസേലും മഞ്ചേശ്വരം MLA AK അഷ്റഫും സ്ഥലത്തെത്തി. MK രാഘവൻ MP ഷിരൂരിലേക്ക് തിരിച്ചു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ഇന്ന് അപകട സ്ഥലം സന്ദർശിക്കും. ഷിരൂരിൽ നിന്നും അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട്. അരുൺ, ഇനിയും സൈന്യം എത്തിയിട്ടില്ല. 2 മണിയോട് ഇനിയും വൈകാതെ 2 മണിയോട് സൈന്യം എത്തും എന്ന് കരുതാവോ? സൈന്യം എത്തിയാൽ എന്താകും റെസ്ക്യൂ സ്ട്രാറ്റജി? ഇപ്പോൾ നടക്കുന്നത് എന്താണ് അരുൺ? ആഷ്മി, സൈന്യം ഓൺ ദ വേ ആണ്. സൈന്യം 2 മണിയോടെ തന്നെ ഇവിടെ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. നേരത്തെ 11 മണിയോടെ സൈന്യം എത്തും എന്ന അവരുടെ റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കും എന്ന തരത്തിലായിരുന്നു ആദ്യം ജില്ലാ ഭരണകൂടം നൽകിയ വിവരം. പിന്നീട് അത് അല്പം വൈകും എന്നറിയിച്ചിരുന്നു. ഇപ്പോൾ എന്തായാലും 2 മണി തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും അല്പസമയത്തിനകം ഈ അപകട സ്ഥലം സന്ദർശിക്കും എന്ന് മനസ്സിലാക്കുന്നുണ്ട്. നിലവിൽ ഇന്നത്തെ തെരച്ചിൽ ഇപ്പോൾ പാതി ദിവസം ഇന്ന് കഴിഞ്ഞു. ഇപ്പോഴും നമുക്കൊരു പോസിറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഒരു പോയിന്റ് നമുക്ക് ഈ ഇന്നത്തെ തെരച്ചിലും അല്ലെങ്കിൽ ഈ മണ്ണ് നീക്കം ചെയ്യുന്നതിനിടയിൽ എന്തെങ്കിലും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം പങ്കുവെക്കാനില്ല. അപ്പോൾ പോലും സൈന്യം വന്നതിന് ശേഷം ഈ രക്ഷാപ്രവർത്തനത്തിന്റെ കുറച്ചുകൂടി പ്ലാൻ അവർ മാറ്റും. സൈന്യം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമായും അവർ ഇതിന്റെ നേതൃത്വം, ഇതിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും എന്ന് തന്നെയാണ് അവർ പറയുന്നത്. അങ്ങനെയെങ്കിൽ കുറച്ചുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിൽ ഒരു പുരോഗതി ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നിലവിൽ ഇന്നലെ ലഭിച്ച സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ കേന്ദ്രീകരിച്ച് അതിൻ്റെ ഒരു ചുറ്റുവട്ടത്ത് തന്നെയാണ് ഈ മണ്ണ്, ഈ ചളി നിറഞ്ഞത് നീക്കം ചെയ്യുന്നത്. ഏകദേശം അവിടെ ഒരു പകുതി ഭാഗത്തോളം, അതായത് ആ പോയിന്റിൽ നിന്നും ഒരു പകുതി ഭാഗത്തോളം ഇത് നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ്. ഈ ചളി നീക്കം ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വിവിധ ഹിറ്റാച്ചുകളും JCBകളും ഉപയോഗിച്ചാണ്. അതിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ രാവിലെ തത്സമയം തന്നെ നൽകിയതാണ്. എന്നാൽ അതും നീക്കം ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു മെറ്റൽ സാന്നിധ്യം കണ്ടെത്തണമില്ല. അതിലും കൂടുതൽ താഴെ ആയിരിക്കണം ഇതിൻ്റെ ഒരു ഈ കണ്ടന്റ് ഉണ്ടാവുക, അല്ലെങ്കിൽ ലോറിയുടെ സാന്നിധ്യം ഉണ്ടാവുക എന്ന് തന്നെയാണ് നിഗമനം. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല. കാരണം ഈ സൈന്യം എത്തിയതിനു ശേഷം അവർക്ക് കുറച്ചുകൂടി അതിൻ്റെ ഒരു വിസിബിലിറ്റി ഉള്ള റഡാർ സംവിധാനങ്ങളൊക്കെ സൈന്യത്തിനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം അവരുടെ സംഘം കൂടുതൽ ഈ മണ്ണുൾപ്പെടെ എങ്ങനെ അവർക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. അതുൾപ്പെടെ അതിൻ്റെ ഒരു നിയന്ത്രണം അവർ ഏറ്റെടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായും കുറച്ചുകൂടി ഈ രക്ഷാപ്രവർത്തനത്തിൽ പുരോഗതി ഉണ്ടാകും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും തന്നെ കാത്തിരിക്കുകയും ചെയ്യുന്നത്. അത്യാധുനിക റഡാർ സംവിധാനങ്ങളും ഇതിനോടകം ഈ തെർമൽ സെൻസറിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എത്തേണ്ടതായിരുന്നു. അത് എത്തിയില്ല, ദൗർഭാഗ്യകരം. അരുൺ, ഇപ്പോൾ ഈ നാവികസേന നേരത്തെ അവിടെ എത്തി ഗംഗാവലി പുഴയിൽ ആഴത്തിൽ ഡൈവർമാരടക്കം പരിശോധന നടത്തി വണ്ടിയില്ല എന്ന് സ്ഥിരീകരിച്ചതാണ്. പിന്നെയും എന്തുകൊണ്ടാണ് ഇപ്പോൾ പുഴയിൽ വീണ്ടും ഒരു പരിശോധനയുടെ പശ്ചാത്തലം അരുൺ? ആഷ്മി, അതാണ് ഇന്ന് സംഭവിച്ച ഒരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ എന്നുള്ളത്. നേവിയുടെ സ്കൂബ സംഘം വളരെ അപ്രതീക്ഷിതമായിട്ടാണ്, നമ്മൾ നേരത്തെ അത്തരത്തിലൊരു വിവരം നമ്മളെ സംബന്ധിച്ച് ഉണ്ടായിരുന്നില്ല. നേവി പെട്ടെന്നാണ് ഈ രക്ഷാ പ്രവർത്തനം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിയത്. ആ ഘട്ടത്തിൽ നമ്മൾ അവിടുത്തെ MLAയോടും മറ്റ് രക്ഷാ ദൗത്യത്തിൽ ഉൾപ്പെട്ടവരോടും ചോദിച്ചപ്പോൾ ഈ പൂർണ്ണമായും ഈ മണ്ണിനടിയിൽ ആണെന്ന നിഗമനത്തിൽ നേരത്തെ എത്തിയിരുന്നെങ്കിൽ പോലും ഈ പുഴയിൽ ഈ തിരച്ചിൽ, അതിനൊരു സാധ്യത പൂർണ്ണമായി ഇപ്പോൾ തള്ളിക്കളയാൻ സാധിക്കില്ല. അതിൽ പ്രധാനമായും പറയുന്നത് നേരത്തെ ഈ ലോറിയുടെ ഒരു GPS ലൊക്കേഷനൊക്കെ ലഭിച്ചിരുന്നു. അതിൽ തുടർന്ന് നടത്തിയ റഡാർ പരിശോധനയിൽ അതിൻ്റെ ചുറ്റുവട്ടത്ത്, അതിൻ്റെ ഒരു 30 മീറ്റർ ചുറ്റളവിൽ ഈ വിദഗ്ധ സംഘം, NIT നിന്നുള്ള വിദഗ്ധ സംഘം റഡാർ പരിശോധന നടത്തി. എന്നാൽ അതിന് നമുക്ക് ആശാവഹമാകുന്ന ഒരു കണ്ടന്റും അവിടെ കണ്ടെത്താൻ സാധിച്ചില്ല. അതിനുശേഷം ഇന്നലെ വൈകിട്ട് നടത്തിയ റഡാർ പരിശോധനയിൽ കുറച്ചുകൂടി ഒരു വിസിബിലിറ്റിയുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടി ഈ മെറ്റൽ കണ്ടന്റ് എന്ന സാധ്യത കൽപ്പിക്കുന്ന ഒരു സിഗ്നൽ നമുക്ക് ലഭിച്ചു. അതുമാത്രമാണ് നമുക്കിപ്പോൾ പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും സമാന്തരമായി ഈ നദിയിൽ കൂടി ഈ തെരച്ചിൽ നടത്തേണ്ടതുണ്ട്. ഒരു പക്ഷേ ഈ ലോറി ഈ നദിയിലാണ് പതിച്ചതെങ്കിൽ എന്ന സാധ്യത ഈ ഘട്ടത്തിൽ, അതായത് രക്ഷാപ്രവർത്തനത്തിന്റെ ഈ ഘട്ടത്തിൽ അവർ തള്ളിക്കളയുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അതിലൂടെ മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ അവർ അങ്ങനെ തന്നെയാണ് അത് സ്ഥിരീകരിച്ച് പറയുന്നത്. നേവിയുടെ ഒരു സംഘം, സ്കൂബ സംഘം നിലവിൽ ഗംഗാവലി പുഴയിൽ തെരച്ചിൽ നടത്തുന്നുണ്ട്. എന്തായാലും എല്ലാവരും കാത്തിരിക്കുന്നത് സൈന്യത്തിന്റെ വരവിനാണ്. സൈന്യം വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇപ്പോൾ നിലവിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിനപ്പുറത്തേക്ക് അവർ നമുക്കറിയാം, സൈന്യത്തിന്റെ ഒരു സ്ട്രെങ്ത് നമുക്കറിയാം. ഇത്തരം ദുരന്ത മേഖലയിലൊക്കെ അവർ ഇതിനേക്കാൾ പ്രയാസകരമായ, ദുഷ്കരമായിട്ടുള്ള
പല തരത്തിലുള്ള പ്രതിസന്ധികളും മറികടന്ന് രക്ഷാപ്രവർത്തനം നടത്തിയ അനുഭവം അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. അപ്പോൾ അവർക്ക് ഒരു പ്ലാൻ ഉണ്ടാകും, എന്താണ് എങ്ങനെയായിരിക്കും അത് അവരുടെ ഒരു ക്രമീകരണം എന്നുള്ളത്, അല്ലെങ്കിൽ എന്തായിരിക്കും അവരുടെ രക്ഷാപ്രവർത്തന രീതി എന്നുള്ളത് അവരിവിടെ എത്തിയതിനു ശേഷം മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. എങ്കിൽ പോലും സൈന്യം കുറച്ചുകൂടി നേരത്തെ എത്തേണ്ടതായിരുന്നു എന്ന ഒരു പൊതു അഭിപ്രായം ഇവിടെ ഉയരുന്നുണ്ട്. കാരണം ഇന്നലെ തന്നെ ഇതിലൊരു സ്ഥിരീകരണമായതാണ്. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ട് ഇതിലൊരു തീരുമാനമായതാണ്. ഇന്നലെ തന്നെ ബലഗാവിയിൽ നിന്നുള്ള സംഘമാണ് എത്തുക എന്ന് സ്ഥിരീകരിച്ചതാണ്. അപ്പോഴും ഇന്ന് രാവിലെ എത്തുമെന്ന് ആദ്യം അറിയിച്ചു, പിന്നീട് 11 മണി എന്ന് അറിയിച്ചു, ഇപ്പോൾ 2 മണി. അതായത് ഈ രക്ഷാപ്രവർത്തന ഈ ദിനത്തിന്റെ പാതി പിന്നിടുമ്പോഴാണ് സൈന്യം എത്തുന്നത്. ഉച്ചകഴിഞ്ഞ് എപ്പോഴും ഇവിടുത്തെ ഒരു ഭൂപ്രകൃതി അല്ലെങ്കിൽ കാലാവസ്ഥ നമ്മൾ ഈ ഡേ 1 അല്ല സംസാരിക്കും, നമ്മൾ ഇത് 6-ാം നാൾ ഒരു വണ്ടിയും അർജുനും മണ്ണിനടിയിൽപ്പെടും. അർജുൻ മാത്രമല്ല, എത്ര ആളാണെന്നറിയാത്ത സംഖ്യ ആളുകൾ മണ്ണിനടിയിൽ കിടക്കുമ്പോൾ 6-ാം നാൾ ഏതാണ്ട് പകുതി ദിവസം പിന്നിടുമ്പോഴും നമുക്ക് ഏതെങ്കിലും തരത്തിൽ വണ്ടിയുടെ സൂചനയോ അർജുൻ്റെ സൂചനയോ ഒന്നുമില്ല എന്ന് പറയുന്നത് വലിയ വേദന ഉണ്ടാക്കുന്നതാണ്. അരുൺ, ആരുടെയും കുറ്റമല്ല എന്ന് പറയാമെങ്കിലും. അഷ്മി തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും നമ്മൾ ഇന്നത്തെ തെരച്ചിലേറെ നിർണായകമാണ് എന്ന് നമ്മൾ കരുതിയിരുന്നു. കാരണം സൈന്യം രാവിലെ തന്നെ എത്തിയാൽ അവർ രാവിലെ തന്നെ അതിൽ രക്ഷാപ്രവർത്തനത്തിൽ കൂടുതൽ ഇടപെടൽ നടത്തും എന്ന് നമ്മൾ കരുതിയിരുന്നു. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് തോന്നുന്നു അത് മുഖ്യമന്ത്രിയാണ് എന്ന് നമുക്ക് കരുതാം, മുഖ്യമന്ത്രിയാണെന്ന് തോന്നുന്നു.